بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1463 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീകളെ ഒരു കാര്യം അറിയിക്കാൻ, അവരോടൊരു കാര്യം നിർദ്ദേശമായിട്ട് നൽകാൻ ആവശ്യപ്പെടുകയാണ് ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. കഴിഞ്ഞ ദിവസം നമ്മൾ 2 സന്ദർഭങ്ങളിലായിട്ട് പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്തും സലാമും ആശംസിക്കുവാനും അതുപോലെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും സൃഷ്ടിക്കാതിരിക്കാനും നിർദ്ദേശിച്ചത് കാണുകയുണ്ടായി. അല്ലാഹുവും അവന്റെ മാലാഖമാരും അതുപോലെ വിശ്വാസികൾ ഒന്നടങ്കവും അള്ളാഹുവിന്റെ പ്രവാചകന് സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം. അള്ളാഹും മലക്കുകളും സ്വലാത്ത് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകന് സ്വലാത്തും സലാമും ആശംസിക്കുക എന്നതാണ് ആ ആയത്തുകളുടെ ചുരുക്കം. അതിനെ തുടർന്ന് വീണ്ടും ഈ സൂറത്തിലെ മുഖ്യമായ ഒരു പ്രമേയം അല്ലെങ്കിൽ മുഖ്യ പ്രമേയങ്ങളിൽ ഒന്നായ ഗാർഹിക ജീവിതത്തിലെയും അതുപോലെ വ്യക്തി ജീവിതത്തിലെയും പൊതു ഇടങ്ങളിലെ ജീവിതത്തിലെയും ഒക്കെ വസ്ത്രധാരണ മര്യാദ, അതുപോലെ സ്ത്രീകൾ വിശേഷിച്ച് പാലിക്കേണ്ട സാമൂഹ്യ രംഗങ്ങളിൽ അവര് പിന്തുടരേണ്ട മര്യാദകള് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സൂറത്തില് പ്രതിപാദിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്. അതുമായി ബന്ധപ്പെട്ട ഹിജാബിന്റെ ആയത്തുകൾ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരായത്താണ് നമ്മൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്തു വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇതിൽ കാര്യങ്ങൾ പറയുന്നത്. വിശ്വാസിനികൾക്ക് ഒരു നിർദ്ദേശം നൽകാനാണ് അതിലെ അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യം. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, ഖുൽ ലി അസ്വാജിക, താങ്കളുടെ പത്നിമാരോട് പറയുക, അതുപോലെ വ ബനാതിക, പെൺമക്കളോടും, വ നിസാഇൽ മുഅ്മിനീന, വിശ്വാസിനികളോടും അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിലെ സ്ത്രീകളോടും
എന്താണ് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ മൂടുപടങ്ങൾ അവരുടെ മേലേക്ക് തൂക്കിയിടട്ടെ. ഇതാണ് പറയേണ്ടിയിരിക്കുന്നത്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം. നേരിട്ട് തൂക്കിയിടുക എന്ന് പറയുന്നതിന് പകരം അവരങ്ങനെ വസ്ത്രം, അവരുടെ മൂടുവസ്ത്രം അവരുടെ ശരീരത്തിലേക്കായി തൂക്കിയിടട്ടെ, താഴ്ത്തിയിടട്ടെ എന്നാണ് ഇവിടെ നിർദ്ദേശമായിട്ട് നൽകപ്പെടുന്നത്. ദാലിക അദ്ന അൻ യുറഫ്ന, അവര് ആരാണെന്ന്, അവര് ഏത് തരക്കാരാണെന്ന് തിരിച്ചറിയാൻ അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്, ചേർന്ന് നിൽക്കുന്നത്. ഫലാ യുദൈൻ, അവര് ഒരു വിധത്തിലുള്ള ദ്രോഹത്തിനും ഉപദ്രവത്തിനും വിധേയരാവാതിരിക്കാനും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, നിശ്ചയമായിട്ടും അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് തുടർന്ന് അല്ലാഹു ആ ആയത്തിന്റെ ഉപസംഹാരം എന്ന നിലക്ക് പറയുന്നത്. ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഇതില്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത് ഇസ്ലാമിക സമൂഹത്തിലെ 3 വിഭാഗം സ്ത്രീകളെയാണ് പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. അതില് അവരെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ 3 വിഭാഗമാകുന്നതോടെ ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും അതിൽ അടങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നാമത്, ഈ നിർദ്ദേശം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം നൽകേണ്ടത് അദ്ദേഹത്തിന്റെ പത്നിമാർക്കാണ്. ഭാര്യമാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകണം എന്നാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുന്നത്. അതിനെ തുടർന്നാണ് വബനാതിക, തങ്ങളുടെ പെൺമക്കളോടും ഇത് തന്നെ പറയണം. അതുപോലെ വനിസാഇൽ മുഅ്മിനീന, വിശ്വാസികളുടെ പത്നിമാര് അല്ലെങ്കിൽ അവരുടെ സ്ത്രീകൾ, വിശ്വാസികളുടെ സമൂഹത്തിലെ സ്ത്രീകളോടായിട്ടും ഈ കാര്യം പറയണം. അപ്പൊ അതൊരു വസ്ത്രധാരണ മര്യാദ പഠിപ്പിക്കുകയാണ്. പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട, അന്യ പുരുഷന്മാരെ കാണാനും ഇടപഴകാനും ഒക്കെ സന്ദർഭം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ പാലിക്കേണ്ട വസ്ത്രധാരണ മര്യാദ, അതിൻ്റെ ഏറ്റവും ഐഡിയലായ, അതിൻ്റെ ഏറ്റവും പൂർണ്ണതയുള്ള ഒരു രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പത്നിമാർക്കിടയിലും പുത്രിമാർക്കിടയിലും തുടർന്ന് വിശ്വാസികളുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കിടയിലും ആ ഒരു കൾച്ചർ കൊണ്ടുവരിക എന്നതാണ് അള്ളാഹു ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് കാണാൻ കഴിയും. മാതൃകാ ഭവനങ്ങളായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാരുടെ ആ വീടുകൾ, അല്ലെങ്കിൽ ബുയൂത്തുൻ നബി എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹുജറാത്ത് എന്ന് മറ്റിടത്ത് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് താമസിക്കുന്ന മസ്ജിദുൻ നബവിയോട് ചേർന്നുള്ള ആ അറകൾ അല്ലെങ്കിൽ മുറികൾ അല്ലെങ്കിൽ വീടുകൾ, അവിടെ ഇസ്ലാമിക സംസ്കാരം അതിന്റെ ഏറ്റവും പൂർണ്ണതയോടുകൂടി അവിടുന്ന് തന്നെ നടപ്പാക്കി തുടങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു ക്രമം സ്വീകരിച്ചിരിക്കുന്നത് എന്നത് കാണാൻ സാധിക്കും. ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് അവർക്ക് എക്കാലത്തും മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടത് ഈ ഭവനങ്ങളാണ്, ഈ ആളുകളാണ്, ഈ ചെറിയ ഈ സംഘങ്ങളാണ്. അപ്പൊ അവരെ മോഡൽ ചെയ്തുകൊണ്ട് വേണം മുസ്ലിം സമൂഹം എക്കാലത്തും എവിടെയും ഈ വക മര്യാദകള് പഠിക്കുവാനും പിന്തുടരുവാനും എന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭവനങ്ങളിലേക്ക് അനുവാദം ചോദിക്കാതെ അങ്ങ് ഇടിച്ചു കയറി പാഞ്ഞു കയറി ചെല്ലുന്ന ഒരു രീതി പാടില്ല എന്നൊക്കെ പഠിപ്പിച്ചല്ലോ. അതൊക്കെ തന്നെ അതുപോലെ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടാലും ഭക്ഷണം കഴിച്ച് വേഗം പിരിഞ്ഞു പോകണം, അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരത്തിനൊക്കെ അവസരം ഉണ്ടാക്കി അങ്ങനെ കൂടരുത്. അതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം നാണം കാരണമായിട്ട് അത് പറയാതിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന് അതൊന്നും പറയണതിന് യാതൊരു നാണവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഈ കാര്യങ്ങള് അള്ളാഹു വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ വരെ ഇടപെട്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തില് ഒരു പിന്തുടരേണ്ട ഒരു 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 കൾച്ചർ പഠിപ്പിച്ചെടുത്തതാണ് നമുക്ക് ഈ പിന്നിട്ട ആയത്തുകളിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു കംപ്ലീഷൻ, ഒരു പൂർത്തീകരണം എന്നുള്ള നിലക്കാണ് ഈ നിർദ്ദേശം നൽകപ്പെടുന്നതെന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗികമായിട്ട് ഇത് സൂറത്ത് നൂറില് ഇതിന്റെ ചില വിശദാംശങ്ങൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പരാമർശിച്ചതാണത്. സൂറത്ത് നൂറിലും അതുപോലെ സൂറത്തുൽ അഹ്സാബിലുമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത്. സൂറത്തുൽ അഹ്സാബാണ് ആദ്യം അവതരിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ബാക്കി നിർദ്ദേശങ്ങൾ സൂറത്ത് നൂറിൽ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങൾ വിശദമാക്കപ്പെടുകയുണ്ടായത്. നമ്മൾ ആ സൂറത്ത് വളരെ വിശദമായിട്ട് നേരത്തെ പഠിക്കുകയുണ്ടായിട്ടുള്ളതാണ്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ ഇവിടെ അള്ളാഹു വിശ്വാസികളോട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പഠിപ്പിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. യാ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ആയത്തിന്റെ തുടക്കം. കുൽ, താങ്കൾ പറയുക, ലി അസ്വാജിക, താങ്കളുടെ പത്നിമാരോടായിട്ട്, വ ബനാതിക, താങ്കളുടെ പെൺമക്കളോടായിട്ട്, അതുപോലെ വനിസാഇൽ മുഅ്മിനീന, മുസ്ലിം സമൂഹത്തിലെ ഇതര സ്ത്രീകളോടായിട്ട്, അല്ലെങ്കിൽ ഈ മുഅ്മിനുകളുടെ വിശ്വാസികളുടെ പത്നിമാരോട് എന്ന അർത്ഥത്തിലും അത് കാണാം. പക്ഷെ പൊതുവായിട്ടാണത് അതിന്റെ ഇംപ്ലിക്കേഷൻസ്. മുഴുവൻ സ്ത്രീകളും, ഇസ്ലാമിക സമൂഹത്തിലെ മുഴുവൻ സ്ത്രീകളോടുമായിട്ട് ഈ കാര്യം പറയണം. അതിന്റെ ക്രമം അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നതിന്റെ കാരണം, ഇത് അവസാനത്തെ വാചകം മാത്രം പറഞ്ഞാൽ മതി, പക്ഷെ അള്ളാഹു ആ ക്രമം പറയുന്നതിന്റെ ഒരു കാര്യം, അതിന്റെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവണം എന്ന താല്പര്യത്തിലാവാനാണ് സാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാണ് ഈ വക ഈ ഇത്തരം കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അവരെ കണ്ടും നിരീക്ഷിച്ചും ഒക്കെയാണ് വിശ്വാസികള് ഈ മാതൃക പിന്നീട് ജീവിതത്തിൽ കൊണ്ടുവരുന്നതും കൊണ്ടുവരേണ്ടതും ഒക്കെ തന്നെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യമായി നടപ്പാക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനങ്ങളിൽ തന്നെ ആവണം എന്നതാണ് അതിന്റെ താല്പര്യം. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വാജും തുടർന്ന് അദ്ദേഹത്തിന്റെ പെൺമക്കളും പിന്നെ മുഴുവൻ വിശ്വാസിനികളും, ഇതാണ് ആ ക്രമം. അപ്പൊ ഇതില് ചില കാര്യങ്ങൾ ചേർത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഘട്ടത്തില് 5 പത്നിമാരാണുള്ളത്. സൈനബ് റളിയല്ലാഹു അൻഹയെ കൂടി വിവാഹം ചെയ്തതോടെ 5 ഭാര്യമാരാണ് ആ ഘട്ടത്തിലുള്ളത്. വേറെ ചില കാറ്റഗറീസിൽ വൈകാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദാമ്പത്യം പങ്കിടുന്നവരായിട്ട് വേറെയും ചില സ്ത്രീകൾ വരുന്നുണ്ടല്ലോ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ചർച്ച ചെയ്തപ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. അപ്പൊ ഈ പത്നിമാരൊക്കെ തന്നെയാണ് ഇവർക്ക് ഇസ്ലാമിക സമൂഹത്തിലെ മുഴുവൻ വിശ്വാസിനികൾക്കും ഇക്കാര്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് പ്ലേ ചെയ്യുന്നത് എന്നതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ ബനാത്തിക്ക എന്നാണ് തുടർന്ന് പറയുന്നത്, താങ്കളുടെ പുത്രിമാരെന്ന്. ചിലരൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഒരു പക്ഷപാതപരമായ അന്ധത ബാധിച്ച ചില ആളുകളും വിഭാഗങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു പുത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരായിരുന്നില്ല, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ പത്നിമാരുടെ മക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നവരാണ് എന്ന നിലക്ക് ഒക്കെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി, ബാക്കിയുള്ളവരൊന്നും ഒക്കെ അദ്ദേഹത്തിന്റെ പത്നിമാർക്ക് വേറെ പലരിലും നേരത്തെ ഉണ്ടായിട്ടുള്ള മക്കളാണ് എന്നൊക്കെയുള്ള നിലക്ക് വിശദീകരിക്കപ്പെടുന്നത്
കാണാം. യഥാർത്ഥത്തിൽ അതൊരു തരം പക്ഷപാതിത്വത്തിന്റെ അന്ധത ബാധിച്ചുകൊണ്ട് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് നൽകുന്ന സൂചന അദ്ദേഹത്തിന് ഒന്നിലേറെ, ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പെൺമക്കളെങ്കിലും ഉണ്ടാവല് നിർബന്ധമാണ് എന്നുള്ളതാണ്. ബനാത്ത് എന്ന് പറയുന്നതോടുകൂടി ബഹുവചനായി. ബഹുവചനം അറബി ഭാഷയിൽ ബഹുവചനം ആകുമ്പോൾ 3 ഏറ്റവും ചുരുങ്ങിയത് വേണം. അപ്പൊ ഇതാണ് അതിന്റെ സൂചന. അപ്പോഴ് മൂന്ന് പെൺമക്കളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകല് ഈ ഭാഷാപരമായിട്ട് ഈ ആയത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് അനിവാര്യമായി മാറുകയാണ്. നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ 8 സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതില് ഒരു മകൻ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയ ഇബ്രാഹിം എന്ന് പേര് നൽകപ്പെട്ടിരുന്ന മകൻ ഒഴികെ ബാക്കി എല്ലാവരും ഖദീജ റളിയല്ലാഹു അൻഹായുടെ മക്കളായിരുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ മക്കളാണ്. അതില് ആൺമക്കളാരും ശൈശവത്തിന്റെ കാലം പിന്നിട്ട് സർവൈവ് ചെയ്തിട്ടില്ല. അവരൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. പെൺമക്കളാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ അവസാന കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോ ഒന്നിലേറെ പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നത് ഖുർആന്റെ ഈ ആയത്തിന്റെ ഭാഷാപരമായ സൂചനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ചുരുങ്ങിയത് 3 പെൺമക്കളെങ്കിലും ഉണ്ടാവുമ്പോഴേ ഈ ബനാത്തിക എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിക്കാൻ ഭാഷാപരമായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ പറ്റുകയുള്ളൂ എന്നതാണ് വസ്തുത. അപ്പോ അത് ഈ ആയത്തിന്റെ സന്ദേശവുമായിട്ട് വലിയ ബന്ധമൊന്നുമുള്ള വിഷയമല്ല. പക്ഷെ മുഫസ്സിറുകൾ ഈ വിഷയം ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. നമ്മുടെ ഈ പഠന ആവശ്യത്തിന് ആ വിശദാംശങ്ങളൊന്നും വലിയ പ്രസക്തിയുള്ള സംഗതിയല്ല. അപ്പോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു നിർദ്ദേശം പത്നിമാർക്കും പെൺമക്കൾക്കും അതുപോലെ വിശ്വാസിനികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കും നൽകണം എന്നതാണ്. ആ നിർദ്ദേശം ഇതാണ്: യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. അവരുടെ ജിൽബാബ് അവരുടെ മേലേക്ക് താഴ്ത്തിയിടട്ടെ, തൂക്കിയിടട്ടെ എന്നാണ്. അദ്ന എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് നിർത്താൻ അർത്ഥമുണ്ട്, അതുപോലെ തൂക്കിയിടുക എന്ന അർത്ഥമുണ്ട്. ഇപ്പോ വിശുദ്ധ ഖുർആനിൽ തന്നെ ദാനിയ എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ച് കാണാൻ കഴിയും. അത് ഫുതൂഫുഹ ദാനിയ എന്ന സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലങ്ങള് തൂങ്ങി താഴ്ന്നു കിടക്കുന്നതിന് പരാമർശിച്ചുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ച് കാണാൻ കഴിയും. അതുപോലെ ഈ പദം വേറെ പല രൂപങ്ങളിലുമായിട്ട് വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ യുദ്നീന എന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നൽകുന്ന നിർദ്ദേശമാണ്, നേരിട്ടുള്ള കൽപ്പന എന്നുള്ളതല്ല. അവരങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴുള്ള ഒരു പരോക്ഷമായ ഒരു കൽപ്പനയാണ്. അപ്പൊ അള്ളാഹുവിന്റെ വളരെ വ്യക്തമായിട്ടും വിശ്വാസിനികൾ പിന്തുടരല് നിർബന്ധമായ ഒരു കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് നിർദ്ദേശമായിട്ട് നൽകാനാണ് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. നേരിട്ട് അള്ളാഹു അവരോട് ആവശ്യപ്പെടുന്ന ഒരു ശൈലിയിലല്ല എന്നേ ഉള്ളൂ. അപ്പോ ഇവിടെ പറയുന്ന കാര്യം യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ജിൽബാബ് എന്ന് പറഞ്ഞ മൂടുവസ്ത്രമാണ്. സ്ത്രീകള് അറേബ്യയിൽ പഴയ കാലത്ത് പല കാരണങ്ങളാലും ഒരു മൂടുവസ്ത്രം അവർക്ക് ഉണ്ടായിരുന്നു. ഒന്ന്, കാലാവസ്ഥയുടെ രൂക്ഷത കാരണമായിട്ട് ഇസ്ലാമിന് മുമ്പ് തന്നെ വെളിയിൽ പോകുമ്പോൾ ഒരു മൂടുവസ്ത്രം കൊണ്ട് ഒന്നാകെ ആവരണം ചെയ്യുന്ന ഒരു രീതി ഒക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാലാവസ്ഥയിലും അവരത് പിന്തുടർന്നിരുന്നില്ല. പക്ഷെ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഈ നിർദ്ദേശപ്രകാരം സ്ത്രീകള് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ശിരസ് മറയ്ക്കുന്ന ഒരു ഒന്നാകെയുള്ള ഒരു മൂടുപടം, ഒരു മൂടുവസ്ത്രം അല്ലെങ്കിൽ മുഖാവരണം, അത്
ശരീരത്തിന്റെ കീഴ്ഭാഗത്തേക്ക് കൂടി തൂക്കിയിടണം എന്നാണ്. അപ്പോ സ്കാർഫോ ഷാളോ ഒക്കെ പോലെയുള്ള സംഗതി ഉപയോഗിക്കുന്നവർ സ്വാഭാവികമായിട്ടും അവരുടെ മുൻഭാഗത്തേക്ക് അതുകൊണ്ടൊന്ന് മറക്കുന്ന വിധത്തില് ശരീരത്തിന്റെ ആകാരവും അതുപോലെ ഷെയ്പ്പും ഒന്നും തന്നെ വ്യക്തമാവാത്ത വിധത്തില് മൂടുന്ന ഒരു രീതിയാണ് ഈ ജിൽബാബ് കൊണ്ട് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇറാനികളൊക്കെ ഇപ്പോ നമ്മുടെ കാലത്ത് പോലും ധരിക്കുന്ന ഒരു പ്രത്യേകതരം പർദ്ദയുണ്ട്, ചാതുർന്നോ മറ്റാണ് അതിന് പറയാം. അത് യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പർദ്ദ പോലെയുള്ളതല്ല. അത് പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് അല്ല. അത് ഒരു കൈയിലേക്ക് ഒരു സ്ലീവ്സ് കൈയിടാനുള്ളത് ഉണ്ടെങ്കിലും മുൻഭാഗം മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ടുള്ള, എന്നിട്ട് ആ രണ്ട് ഭാഗങ്ങളും കൂടി തലയിലൂടെ അങ്ങ് ഇട്ടിട്ട് രണ്ട് ഭാഗം കൂടി അങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ആ ചാതുറിന് കാണാൻ കഴിയും. ഒരു പക്ഷേ പഴയ കാലത്ത് ഇങ്ങനെ ഒരു വലിയ വസ്ത്രം അതിൽ കൈ കടത്തി വെക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തിട്ട് അത് ശരീരത്തിനോട് ചേർത്ത് പിടിക്കുന്ന, എന്നിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം എന്ന് പറഞ്ഞാല് കണ്ണ്, മുഖത്തിന്റെ അനിവാര്യമായ ഭാഗം മാത്രം വെളിപ്പെടുന്ന ഒരു രീതിയിലാണ് ആ വസ്ത്രം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഒരു മൂടുപടം അല്ലെങ്കിൽ മുഖപടം എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആയിട്ട് മറക്കേണ്ട, അപ്പൊ കാഴ്ച മറയാത്ത വിധത്തില് ഉള്ള ഒരു മൂടുപടത്തിന്റെ ആ സംഗതിയാണ് ഇവിടെ ജിൽബാബ് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് പഴയ കാലത്തെ ആദ്യ തലമുറയിലെ പണ്ഡിതന്മാരെയും ഖുർആൻ വ്യാഖ്യാതാക്കളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് മുഫസ്സിറുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ഇസ്ലാമിക സമൂഹത്തില് രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ ഇത് സംബന്ധമായിട്ടുള്ളത്. സ്ത്രീകള് മുഖം മറക്കണം എന്ന നിർബന്ധം പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. സ്ത്രീകള് മുഖം മറക്കല് അനിവാര്യമായതല്ല എന്ന നിലപാടെടുക്കുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഇതില് ഖുർആൻ നൽകുന്ന സൂചന ഇവിടെ ജിൽബാബ് എന്നുള്ള ശിരസില് അണിയുന്ന വസ്ത്രം അത് മുൻഭാഗത്തേക്ക് കൂടി ഇങ്ങനെ തൂക്കിയിടാനുള്ള നിർദ്ദേശമാണ് എന്ന് കണിശമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ ഒക്കെ സ്വാധീനത്തില് ആണ് പലരും മുഖം മറക്കൽ അനിവാര്യമല്ല എന്ന് ആണ് അത്തരം സ്കോളേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാലും ഇതില് ഒരു സാമൂഹ്യ ചുറ്റുപാടും അതുപോലെ സാഹചര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ചില ധാരണകളിലേക്ക് എത്താൻ സാധിക്കും. അതില് അനിവാര്യമായിട്ടും മറക്കേണ്ട ശരീരഭാഗങ്ങളുണ്ട്. പുറത്തിറങ്ങുമ്പോൾ പല നിലക്കും ഒരു പ്രിക്കോഷൻഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു മുഖം മറക്കാനും കൂടിയുള്ള ആവശ്യമായ സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണ് എന്നതാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. പൂർണ്ണമായിട്ട് എല്ലാ സന്ദർഭങ്ങളിലും മുഖം മറച്ചുകൊണ്ട് യാത്രയിൽ ത്രൂ ഔട്ട് അങ്ങനെ സാധിച്ചോളണമെന്നില്ല. പക്ഷെ ഫേസ് ടു ഫേസ് ഒക്കെ ഇരിക്കുന്ന ഘട്ടങ്ങളിൽ, അതുപോലെ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ തന്നെ വളരെ ചേർന്ന് അഭിമുഖമായിട്ട് ഇരിക്കുന്ന ഒക്കെ സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ മുഖം മറക്കുന്നത് കൂടി നല്ലതും സൂക്ഷ്മതയുടെ ഒരു രീതിയും ഒക്കെ ആയിട്ട് നമുക്ക് തന്നെ വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് അത്. ആ സമാനമായ സാഹചര്യവും വൾണറബിലിറ്റിയും ഒക്കെ ഉള്ള അവസ്ഥകളിൽ എല്ലാവർക്കും പിന്തുടരല് ഗുണകരവും അത് ആവശ്യവും ഒക്കെ ആയ ഒരു സംഗതി തന്നെയാണ്. പല പ്രമുഖരായ പണ്ഡിതന്മാരും ഇത് അനിവാര്യമായും ഫോളോ ചെയ്യേണ്ട ഒരു നിർദ്ദേശമാണ് എന്ന നിലയ്ക്കാണ് ഇതിനെ വിശദീകരിച്ച് കാണുന്നത്. അപ്പോ ഇവിടെ നൽകുന്ന നിർദ്ദേശം യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബ് അവരുടെ മേലേക്ക് താഴ്ത്തിയിടട്ടെ, തൂക്കിയിടട്ടെ എന്നതാണ്. എന്ന് പറഞ്ഞാൽ ശരീരം അതിന്റെ നമ്മളെ സ്കിൻ ഹൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം, ഓരോ അവയവങ്ങളുടെയും ഷേപ്പ്, വലിപ്പം പോലെയുള്ളതൊക്കെ വെളിപ്പെടുത്തി അത് എല്ലാവർക്കും അങ്ങനെ
കണ്ടാസ്വദിക്കാൻ പറ്റുന്ന വിധത്തില് അങ്ങനെ വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങി ആണുങ്ങളുടെ മുന്നിലൂടെ നടന്നു പോവുകയോ അല്ലെങ്കിൽ അവരുമായി സമ്പർക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സംഗതി ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും പർദ്ദ അണിയുന്നവര് അതുപോലെയുള്ള ഇപ്പോ മുസ്ലിം വേഷമായിട്ട് രംഗത്ത് വന്ന പ്രയോഗത്തിൽ വന്ന ഒരു സംഗതിയാണല്ലോ ചുരിദാറൊക്കെ തന്നെ. മുസ്ലിം ഹൗസ് ഹോൾഡ് ക്ലോത്ത്സ് ആയിട്ട് സ്ത്രീകളുടെ ഹൗസ് ഹോൾഡ് ക്ലോത്ത്സ് ആയിട്ട് രംഗത്ത് വന്നു. അത് പിന്നീട് പല സിനിമ നടികളെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ അനുകരിച്ചുകൊണ്ട് അതിന്റെ എല്ലാ ഗുണവും ഇല്ലാതാക്കിയ ഒരു രൂപമൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതിന് പല പേരുകളൊക്കെ ഇട്ടുകൊണ്ട് അത് വളരെ വൾഗറായൊരു വേഷവിധാനം വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു വസ്ത്രമായിരുന്നു അത്. പക്ഷെ ഇപ്പോ പലപ്പോഴും മഹാവൃത്തികെട്ട ഒരു വസ്ത്രമായിട്ട് തോന്നും. അതിന്റെ സൈഡിലെ ആ കട്ടിങ് ഒക്കെ തന്നെ വളരെ ഉയർത്തി ഈ ശരീരത്തിന്റെ ലോവർ പാർട്ട് മുഴുവനായിട്ടും നടന്നു പോകുമ്പോഴൊക്കെ വെളിപ്പെടുന്ന വിധത്തില് അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചയാണ് ഈ ചുരിദാർ പോലെയുള്ള വസ്ത്രങ്ങൾക്ക് ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന വസ്ത്രമാണെങ്കിലും അത് ഒരുപാട് ചീത്തയാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഔട്ട്ഡോർ വസ്ത്രത്തിന്റെ കാര്യമാണ് നിർദ്ദേശിക്കുന്നത്. അവരുടെ ജിൽബാബ്, മൂടുപടം അല്ലെങ്കിൽ മുഖാവരണം അത് അവര് താഴ്ത്തിയിടട്ടെ, അവരുടെ ശരീരത്തിലേക്ക് തൂക്കിയിടട്ടെ എന്നാണ് നിർദ്ദേശം. ദാലിക അദ്ന അൻ യുറഫ്ന, ഇത് ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് ഇവര് എന്നത് തിരിച്ചറിയാൻ ഏറ്റവും നല്ലത്, ഏറ്റവും അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇതാണ് എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ആളുകളല്ല ഇവര്. വളരെ കുലീനരായ, ധാർമ്മികത വളരെ കണിശമായി പാലിക്കുന്ന നല്ല മര്യാദകളുള്ള കുടുംബങ്ങളിലേക്കുള്ള ആളുകളാണ് എന്നത് സമൂഹത്തിലെ പല കുഴപ്പം ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന തരം ആണുങ്ങളെ ബോധ്യപ്പെടുത്തുകൂടി ഇതിന്റെ താല്പര്യമാണ്. എന്ന് പറഞ്ഞാൽ അവരെ നേരെ കുതിര കയറാൻ വേണ്ടി വരണ്ട. അവര് വിചാരിക്കുന്ന പോലെ, ഇവര് വിചാരിക്കുന്ന പോലെയുള്ള അങ്ങനെ വിടക്ക് സ്ത്രീകളല്ല എന്നൊരു മെസ്സേജ് നൽകൽ കൂടി ഈ വസ്ത്രധാരണത്തിന്റെ താല്പര്യമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അവരെ ഉത്കൃഷ്ട വനിതകളായിട്ട് തിരിച്ചറിയണം. മര്യാദയും അതുപോലെ തന്നെ മാന്യതയും ഉള്ള വസ്ത്രധാരണത്തില് ധാർമ്മികത ഒരു വിഷയമായിട്ട് തന്നെ മനസ്സിലാക്കുന്ന, ശരിയായ മൂല്യങ്ങൾ പിന്തുടരുന്ന ഉത്കൃഷ്ടകളായ സ്ത്രീകളാണ് ഇവര് എന്നത് ഇവരെ ആ നിലക്ക് ആളുകൾക്ക് തിരിച്ചറിയാൻ അതാണ് ഏറ്റവും ഉപകരിക്കുന്നത്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതി അതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ ഫലായു ഉദയിൻ, ഒന്ന് അവരെ നല്ല ഉത്കൃഷ്ടകളായ സ്ത്രീകളാണെന്ന് തിരിച്ചറിയണം. അവരോട് പോയിട്ട് അവരെ ദ്രോഹിക്കാൻ വേണ്ടി ആർക്കും ഒരു തോന്നലോ പ്രേരണയോ ഒന്നും ഉണ്ടാവരുത്. അതുപോലെ ഫലായു ഉദയിൻ, അത് കാരണമായിട്ട് അവര് ദ്രോഹിക്കപ്പെടുകയും ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ മുഖാവരണം അല്ലെങ്കിൽ ഈ ശിരോവസ്ത്രം അല്ലെങ്കിൽ മൂടുപടം അവര് ശരീരത്തിന്റെ മുൻഭാഗത്തേക്കായിട്ട് തൂക്കിയിടട്ടെ. അത് കാരണമായി അവര് ഏത് തരം സ്ത്രീകളാണ് എന്ന് ആളുകൾക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കണം. അതേപോലെ അവര് ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതൊരു കാരണമാവണം. ആ നിലക്കാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഒന്ന്, ഇവര് വളരെ കരുതലോടുകൂടി മാത്രം സമീപിക്കാവുന്ന ആളുകളാണ്. ഇവരോട് അങ്ങനെ എന്തെങ്കിലും ആഭാസത്തരം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ അടുക്കേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു തുടങ്ങുകയൊന്നും ചെയ്യേണ്ടതില്ല എന്നത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവണം. രണ്ടാമത്തത്, അവരൊരു നിലക്കും ദ്രോഹിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിന്റെ താല്പര്യം. അപ്പോ എക്സിബിഷനിസം ആക്ച്വലി ഇതിന്റെ സ്ത്രീകള് പലപ്പോഴും സമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ബസ്സിൽ, ട്രെയിനിൽ, ഫ്ലൈറ്റിലും ഒക്കെ തന്നെ പല നിലക്കും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് അവരുടെ വസ്ത്രധാരണ രീതി കൂടി ഒരു കാരണമാണ് എന്നത് നമുക്ക്
വിശുദ്ധ ഖുർആന്റെ ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അവരെ അത്രയും കുലീനരായ ഡീസന്റായ ആളുകളാണെന്ന് തിരിച്ചറിയണം ആദ്യം. മറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിക്രിയകൾ ഒപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ് എന്നൊരു തോന്നല് ആളുകളിൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് പെണ്ണിന്റെ വസ്ത്രവും ശരീരഭാഷയും ഒക്കെ എങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള വൾണറബിൾ ആയ അവസ്ഥകളൊക്കെ ഉണ്ടാവുകയും എന്തെങ്കിലുമൊക്കെ ദ്രോഹം ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യത വളരെ ഏറെയാണ്. അത് ബാക്കിയുള്ളവർക്ക് ഒരു അനുമതിയാണ് എന്നല്ല. വസ്ത്രധാരണത്തിൽ മര്യാദ കാണിക്കാതെ ഒരു സ്ത്രീ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുന്നു എന്നത് ആണുങ്ങൾക്ക് അവരെ കയറി ഉപദ്രവിക്കാനുള്ള ഒരു ന്യായമൊന്നുമല്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു ന്യായം ആരും വകവെച്ചു കൊടുത്തിട്ടില്ല, ഒരു നിയമവ്യവസ്ഥയിലും അതില്ലതാണ്. അതേസമയത്ത് അത് ഒരു കാരണമായി എന്ന് വരും. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം അവർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കരുതൽ അവരുടെ ഭാഗത്തുനിന്ന് വേണം. അത് വസ്ത്രധാരണത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് പൊതു ഇടങ്ങളിൽ എത്തുമ്പോൾ വേണ്ടി വരിക. അപ്പൊ എല്ലാം അണിഞ്ഞൊരുങ്ങി അങ്ങനെ ശരീരത്തിന്റെ രൂപവും ഘടനയും വടിവും ഒക്കെ എല്ലാവർക്കും പൂർണ്ണമായി ദൃശ്യമാവുന്ന വിധത്തില് വസ്ത്രങ്ങൾ അണിഞ്ഞൊക്കെ ഇറങ്ങിയാൽ അതിനെ നമ്മൾ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് ഒരിക്കലും പറയില്ല. മക്കനെ ഉണ്ടാകും, അതുപോലെ ചുരിദാറൊക്കെ എല്ലാ ശരീരഭാഗമൊക്കെ മറക്കുന്നുണ്ടാവും. പക്ഷെ മറഞ്ഞിരിക്കുമ്പോഴും വസ്ത്രം ശരീരത്തെ മറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവര് വേറൊരു നിലക്ക് നഗ്നകളാണ്, അവര് വൾണറബിൾ ആണ്. അപ്പോ അങ്ങനെ വൾണറബിൾ ആവുന്ന വിധത്തില് ശരീരത്തിന്റെ ആകർഷണീയത പുരുഷന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം മുസ്ലിം സ്ത്രീകൾക്ക് ഒരു നിലക്കും പാടുള്ള ഒരു കാര്യമല്ല. ഇവിടെ മുഖം മറക്കലാണ് പലപ്പോഴും ഒരു വലിയ ചർച്ചയായിട്ട് വന്ന് കാണാറുള്ളത്. മുഖം മറക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം ശരീരത്തിന്റെ വടിവും ഷേപ്പും ഒക്കെ വെളിപ്പെടുത്തുന്ന വിധത്തില് എല്ലാം മറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊരു വലിയ പ്രദർശനമായിട്ട് മാറുന്ന വിധത്തില് ഈ വസ്ത്രം ധരിക്കുന്ന ഒരവസ്ഥ വേറെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് മുഖം മറക്കുക മറക്കാതിരിക്കുക എന്ന വിഷയത്തിനേക്കാൾ ഗൗരവമുള്ളത് എന്നത് പറയാതിരിക്കാൻ വയ്യ. മുഴുവൻ മറച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു പ്രദർശന വസ്തുവായിട്ടായിരിക്കും പൊതു ഇടങ്ങളിൽ വന്ന് നിൽക്കുന്നുണ്ടാവുക. ആ ഒരു രീതി ഇസ്ലാം അപ്രൂവ് ചെയ്യുന്നേ ഇല്ല എന്നതാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ മുഖം മറക്കണോ മറക്കണ്ടേ തുടങ്ങിയിട്ടുള്ള വിഷയം തന്നെ വരുന്നുള്ളൂ. എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം ഇക്കാര്യത്തില് മുഖം മറക്കാൻ ഒരു സംവിധാനം സ്ത്രീകളുടെ കയ്യിൽ എപ്പോഴും വേണം, ആവശ്യമുള്ളപ്പോൾ പ്രയോജനപ്പെടുത്താം. എല്ലായ്പ്പോഴും അത് നിഷ്കർഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാരണത്താൽ വല്ലാതെ പ്രയാസപ്പെടേണ്ട ഒരു രീതിയല്ല വേണ്ടത്. മറിച്ച് മുഖം മറക്കാൻ പ്രത്യേകിച്ച് ചില ആളുകളുടെ നോട്ടവും നിരീക്ഷണവും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ചങ്ങാതിക്കുള്ള ഏറ്റവും നല്ല മറുപടി ആ കർട്ടനാണ്ട് തൂക്കിയിടലാണ് എന്നത്. ആ ഒരു രീതി സ്വീകരിച്ചാൽ ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ ഒക്കെ തന്നെ ഇരിക്കുമ്പോൾ ദീർഘനേരം ഫേസ് ടു ഫേസ് ആയിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ളപ്പോ ചില ആളുകളുടെ കണ്ണ് മുഖത്തുനിന്ന് പറിച്ചെടുക്കുന്നേ ഉണ്ടാവില്ല, ആ വിധത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ കാണുമ്പോൾ ചെയ്യേണ്ട ഒരു നല്ല മറുപടി, ഒന്നും പറയേണ്ടതില്ല, ആ കർട്ടൻ അങ്ങ് തൂക്കിയിട്ടാൽ മതി. വളരെ നല്ലൊരു മറുപടി ആയിരിക്കും. അയാൾ ചിലപ്പോ അവിടുന്ന് തന്നെ എണീറ്റ് മാറി വേറെ എവിടെയും പോയിരിക്കാൻ വരെ അത് കാരണമാവും. നമ്മളൊന്നും പ്രത്യേകിച്ച് പറയണമൊന്നും വേണ്ടി വരില്ല. അപ്പം പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നിർബന്ധമായാലും അല്ലെങ്കിലും മുഖം എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അത് പാടില്ലാത്തതാണ് എന്ന വിഷയത്തിനേക്കാൾ ഏറെ പ്രായോഗികമായിട്ട് മുഖം ആവശ്യമുള്ളിടത്ത് മറക്കാനുള്ള ഒരു സംവിധാനം സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ സെയ്ദ് മൗദൂദിയൊക്കെ വളരെ ശക്തമായിട്ട് മുഖം മറക്കുന്നത് പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ നിർബന്ധമായ കാര്യം തന്നെയാണ്. അത് ചെയ്യാതിരിക്കുന്നത് ഈ ഖുർആൻ ആയത്തിനോടുള്ള ലംഘനമാണ്. ആരെങ്കിലും മുഖം മറക്കുന്നത് നിർബന്ധമല്ല എന്ന നിലക്ക് പറയുന്നുണ്ടെങ്കിൽ അവര് പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനത്തിൽ പെട്ട ആളുകളാണ് എന്നൊക്കെ വരെയാണ് അദ്ദേഹം ഇത് സംബന്ധമായിട്ട് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഞാന് അതില് ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മുടെ പരിഗണനയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണല്ലോ വസ്ത്രധാരണവുമായി
ബന്ധപ്പെട്ടുകൊണ്ട് ജിൽബാബ് അവരുടെ ശരീരത്തിന്റെ മുൻഭാഗത്തേക്കൊക്കെ ആയിട്ട് അങ്ങനെ തൂക്കിയിടാൻ പറയുന്നതിന്റെ താല്പര്യം, ഒന്ന്, ഇവരാരാണ് കൂട്ടർ എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവണം. നമുക്ക് എന്തെങ്കിലും പോയി വിക്രി ഒപ്പിക്കാൻ പറ്റുന്നവരാണോ അല്ലേ എന്നുള്ളത് വേഗം അവർക്ക് മനസ്സിലാവണം. അതാണ് ഒരു താല്പര്യം. രണ്ടാമത്തത്, അവര് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്നും കൂടിയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്ന വക്കാൻ അള്ളാഹു ഗഫൂറൻ റഹീമ എന്നാണ്. ഇത് അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾ പഴയ കാലത്ത് ഈ കണിശതയൊന്നും വസ്ത്രധാരണത്തിൽ പാലിക്കാതെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ അങ്ങനെയുള്ള വസ്ത്രധാരണത്തിലെ ലാക്സിറ്റി ഉണ്ടാകാൻ പാടില്ല. ഈ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടുള്ള മര്യാദകൾ നിങ്ങൾ പിന്തുടരണം എന്ന വിധത്തില് ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. ഇനി അതല്ല, ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ തന്നെ, ഉദ്ദേശപൂർവമല്ലാത്ത ചെറിയ വീഴ്ചകൾ ഒക്കെ തന്നെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും. അവൻ ഏറെ പുറത്തു കൊടുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാണ് എന്ന ഒരു വിശദീകരണവുമാണ് വേറെ ചിലര് നൽകുന്നത്. ഞാൻ ഇന്നത്തെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായിട്ട് ചെറിയ ബന്ധമുള്ള കാര്യങ്ങൾ തുടർന്നും വരുന്നുണ്ട്. അതുകൂടി പഠന വിധേയമാക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.